നിനക്ക് എന്നെക്കുറിച്ച് മുൻപ് അറിവൊന്നുമില്ലല്ലോ. അറിവില്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നീ തന്തയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് ചോദിക്കണം ഞാൻ. നിനക്ക് സ്വയം നിൻ്റെ വില, നിൻ്റെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കണവരോടൊക്കെ വില ഞാൻ കൽപ്പിക്കണം. നിങ്ങൾ വളഞ്ഞ മോന്തയ്ക്കാണ് കൽപ്പിക്കണത്. വേറെ ഒരു വിഡ്ഢികൾക്ക് വൃത്തികെട്ട മെസ്സേജ് അയക്കുക വോയിസിന്, എന്നിട്ട് സ്വന്തം ശോഷിച്ചാവസ്ഥ സ്വന്തം വേറെ ആൾക്കാർ ഉദ്ദേശിക്കുക. എത്രത്തോളം അർത്ഥമുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാത്ത പങ്കെടുക്കും ഇങ്ങോട്ട് ചോദിച്ചിട്ടായിരുന്നു കുട്ടി വാങ്ങണവർ. ബെൽ ബാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അയ്യേന്നേ പറയുള്ളൂ. ഇതിനൊക്കെ കുണ്ടനായർ പോലത്തെ വിഡ്ഢികളത്തെ ഇങ്ങനെ ആക്കിയുണ്ടല്ലോ. വടക്കാഞ്ചേരിയിൽ നിന്നായാലും എവിടെ നിന്നാണെങ്കിലും, ബാംഗ്ലൂർ HDFC ക്യാമറമാന് ഫേക്ക് ക്യാമറമാനാണ് ഏതാണെങ്കിലും ഇതന്നെ സെയിം പറയണേ ഞാൻ. അപ്പോൾ എനിക്കങ്ങനെ തോന്നണല്ലേന്ന്. പിന്നെ എന്തിനാണ് ഏതോ വൃത്തിയായിട്ട കുണ്ടന്മാർക്ക് ഉണ്ടായ മക്കളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അല്ലാണ്ട് കുഷ്മ കൊണ്ടുവെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നടക്കില്ല. ഞാൻ അങ്ങനത്തെ വാക്കുകൾ പറയാമല്ലോ ആരെ കുറിച്ച്. അപ്പോൾ എനിക്ക് കൊള്ളില്ല. അതിന് കൊള്ളും. നിന്നെ ഇപ്പം കുടിച്ച് ഡ്രഗ് നടക്കണം. അപ്പം നിൻ്റെ വിഫലായില്ലേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പറയാൻ നീ തന്നെ അരുന്ന് കൂട്ടി വാങ്ങണം എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അറിയണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അറിയണില്ലേ? അവരെയും കഴിഞ്ഞ് പറഞ്ഞ് നടക്കില്ലേ ബാക്കിയുള്ള? നീയാണോ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അവരോട് ചോദിക്കില്ലേ? ചോദിക്കുക. അത് അറിയാം, എന്നിട്ട് അറിയാത്ത പോലെ കാണിക്കണം. അറിയില്ല നിനക്ക്, എന്നിട്ട് അറിയണ പോലെ ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അറിയണ പോലെ ധൈര്യമായിട്ട് സംസാരിക്കുക. അതില്ലെങ്കിൽ പോയി ചാവാൻ നോക്ക്. ആർക്ക് വേണം? ഇപ്പോൾ പറയാനുള്ളത് ഒരു സമ്മറായിട്ട് പറയാം. അതിൽ വലിയ ദേഷ്യം വന്നിട്ട് പറയുന്നില്ല. ദേഷ്യം വന്നിട്ട് പറയണമെങ്കിൽ ഞാനിപ്പോൾ കസിൻ സിസ്റ്റേഴ്സ് ഒന്നും അല്ലെങ്കിൽ സിസ്റ്ററിലോ വന്നു, മോളായിട്ട് വന്ന് അവരൊക്കെ വന്ന് കാര്യങ്ങൾ സംസാരിച്ച്, ഞാൻ ഡ്രൈവ് ചെയ്ത് ഷോപ്പിംഗ് മോളിൽ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിന് വേണം അറിയാമല്ലോ, നല്ല AC അതിൻ്റെ റൂമിൽ 3 മണിക്കൂർ ആസ്വദിച്ച് എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ച് തിരിച്ചു വരണതിൻ്റെ ആ ഒരു പ്ലസൻനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയാം, ഒരു പല രീതിയിലുള്ള വെഡിത്തരങ്ങളാണ് കാണിക്കണത്. ഒരു സ്ഥലത്ത് നിങ്ങളെന്തെങ്കിലും അവിടെ കൂട്ടത്തോടെ നിൽക്കണ്ട, അവരറിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ച് കാര്യമുണ്ടോ? ഞാൻ മനസ്സിലാക്കും. ഞാനൊരു സമയത്ത് കോളേജിലൊക്കെ നിങ്ങളൊക്കെ ഉണ്ണിയായിട്ട് പിറക്കുമ്പോൾ, ന്യൂ ബോണായിട്ട് പിറക്കുമ്പോൾ, ഞാൻ ഈ ടീനേജർ കോളേജ് വൃത്തികെട്ട കോളേജാണെങ്കിലും ഫെയർവെല്ലൊന്നും പറയാൻ നിന്നില്ലെങ്കിലും ഈ വൃത്തികെട്ട പേര് വിളിക്കാണ്ടുള്ള പേര് പറയാൻ നാവ് കുഴയണ വിഡ്ഢികളാണെങ്കിലും ഫെയർവെൽ രണ്ടുപേരാണെങ്കിൽ ആ ഒരു സമയത്ത് ഉയർത്തെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ വളർന്ന രീതി വളരെ വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ ഞാൻ. അപ്പോൾ ഓരോരോ വാക്കുകൾ പറയിപ്പിക്കുന്നതും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ എന്തിട്ട് വിട്ടിത്തരാണ്? 3 പ്രാവശ്യം മെഴുകരുത് പറഞ്ഞിട്ട് അതിൻ്റെ വാക്കുകൾ ഞാൻ ഇങ്ങനത്തെ ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാറില്ലേ. അപ്പോൾ എൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മീനിങ് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത്. 4ാമത്തെ വട്ടം ഞാൻ കമ്പനി അടിച്ച് ഞാൻ വാട്ട് യു ആർ തിങ്കിങ് ഐ നോട്ട് ലൈക്ക് ദാറ്റ് ബ്രോ എന്ന് മലയാളത്തിൽ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ വീണ്ടും 4ാമത്തെ മെഴുകരുത്. നിങ്ങൾക്ക് തലയ്ക്ക് ബുദ്ധിയില്ലേ? ഈ വാക്കുകൾ, ഒരു ചെറിയ വാക്കുകളും ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാനേ അറിയുള്ളൂ. അത് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ കാണിക്കണം. നിങ്ങളുടെ സ്വന്തം പാവത്തരം, നിങ്ങളുടെ സ്വന്തം കന്നഡയും തെലുങ്കും അവരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം ശുദ്ധ മണ്ടത്തരം വിഡ്ഢികളാക്കേണ്ട കാര്യമില്ല എനിക്ക്. അപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചോദിക്കാൻ നല്ല ഇതിൽ സംസാരിച്ച് വന്നതാണ് അല്ലേ? നല്ല പറഞ്ഞ് ഞാൻ ജസ്റ്റ് മെസ്സേജ് ബോക്സ് ഇല്ല, അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ നമ്പർ ചോദിച്ചാൽ നമ്പർ തരില്ല. സാധാരണ കാര്യങ്ങൾ സംസാരിക്കാനാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട്. അപ്പം അതിനുള്ള വകയില്ല. ധൈര്യം ഇല്ലാത്തവരാണ് ചെറിയ പിള്ളേരായാലും. എത്ര മുതിർന്ന് കാണിച്ച ധൈര്യമില്ലാത്ത വിഡ്ഢികൾ മനസ്സിലാക്കാൻ പറയും. ആ 3 പറയില്ല, അവരും ധൈര്യമില്ലാത്ത കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരാണ്. എന്നിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക. അത് ഞാൻ പറഞ്ഞില്ല, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, ബാൻ ചെയ്ത്. ഫേക്ക് എന്തിനു വേണ്ടിയാണെന്ന് അറിയാം, ആർക്ക് വേണ്ടി ചെയ്യണമെന്ന്. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, ഫേക്ക് പേരുണ്ടാക്കുക, ഫേക്ക് ബർത്ത് ഡേറ്റ്. അവരെ പോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരെ എത്ര പേര് ആരാധിക്കണം? അങ്ങനെയാണെങ്കിൽ 18 കൈയുള്ളവരും ജനിച്ചിട്ടില്ല. അത് രണ്ട് കൈയുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും, അനായാസം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു തലയുണ്ടെങ്കിലും 10 തലയുടെ ഒരു എല്ലാവരും അറിയണ ടൈപ്പാണെന്നുള്ള ഇത് കാണിക്കുന്നതാണ്. 10 തല 18 കൈയിലുള്ള ആരാധിക്കാനല്ല പറയണേ. അപ്പം അങ്ങനെയുള്ളവരും കക്കോൾഡ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനും മക്കളുണ്ടാവണം. എത്ര പേർക്ക് ഉണ്ടാവണോ? പണ്ടത്തെ വിഡ്ഢിത്തരം ഇതുവരെ മാറ്റിയിട്ടില്ലേ? അങ്ങനെയാണ് കള്ളു കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെയും ഈ ജനറ്റിക് ഡിസോർഡർ ഉള്ളവരും വുൾഫ് രീതിയിലുള്ള ശരീരമുള്ള എല്ലാവരെയും ആരാധിക്കണമല്ലോ. അങ്ങനെ ആരാധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരു ബ്രാഹ്മൺ എന്ന് പറഞ്ഞാൽ പോലെ ഒമിനി പ്രസന്റ് ഒമിഷ്യൻ രൂപമില്ലാത്ത ശക്തി എല്ലാം സൃഷ്ടിച്ചതെന്ന്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഏത് മൂട്ടിൽ നിന്നാണ് വന്നത്? ഏത് ഭാഗത്തു നിന്ന് വന്നത്? ചന്തിയിൽ നിന്നാണ് വന്നത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്നിട്ട് ഫേക്ക് അക്കൗണ്ട്, ഫേക്ക് ഇതുണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ തിരിച്ച് പറയണേ, എല്ലാ ആണുങ്ങളും എല്ലാവരും ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസും പിന്നെ അതിൽ നിന്നുള്ള ഈ ടൈം പാസിനുള്ള വൃത്തികെട്ട അവരും ഉണ്ടാക്കിയിട്ട് ഒരു സെക്ഷൽ രീതിയിലുള്ള മെസ്സേജസൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ നിന്നോട് പറയണല്ലേ, നീ കുണ്ടനാനോ അങ്ങനെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. ബ്ലഡി ബാസ്റ്റഡ് അങ്ങനെയും ഞാൻ സംസാരിക്കേണ്ട രീതിയില്ല എനിക്ക്. അങ്ങനെ സംസാരിക്കേണ്ട രീതി ധൈര്യമില്ലാത്തവരുടെ പരിപാടിയാണ്. എന്നിട്ട് ബ്ലഡി ബാസ്റ്റഡ്. അപ്പം ഞാൻ അങ്ങനെയുള്ളവരാണ് അയ്യേ അങ്ങനെ അയ്യേ എന്തിട്ടത്
ആവശ്യമില്ലാത്ത സ്വന്തം വില കുറച്ച് കാണിച്ച് വലിയ മുഖം കാണിച്ചിട്ട് കാര്യമില്ല, സ്വന്തം വില കുറച്ച് കാണിക്കണം. വടക്കാഞ്ചേരി എന്നൊക്കെ ഉള്ളവരെ പോലെ അവരുടെ വൃത്തികെട്ട സ്ഥലമാണ്. പാലക്കാടിൻ്റെ അടുത്തോടെ ഹൈവേ കൂടെ പോകുമ്പോൾ തന്നെ അറിയാം, വൃത്തികെട്ട സ്ഥലം, ഒരു വൃത്തികെട്ട അറ്റ്മോസ്ഫിയർ. ഒരു പള്ളിയെ കാണുമ്പോൾ റോമൻ കാത്തലിക്കും ഹിന്ദുസും വൃത്തികെട്ട മുസ്ലിംസൊക്കെ ഉള്ള നടക്കണം. എന്നിട്ട് ഇവരൊക്കെ ബാംഗ്ലൂരും വൃത്തികെട്ട സ്ഥലത്തേക്കൊക്കെ പോകും. എന്നിട്ട് അവിടുത്തെ വെഡിത്തം പഠിച്ച് കുറേ തൃശ്ശൂർക്കാരും സെൻറ്ററിലുള്ളവരും അവിടെയും പോയി മിക്സായിട്ട് കലർന്ന് കുറേ വൃത്തികെട്ട രീതിയിൽ കലർന്ന് കുറേ കുട്ടി വാങ്ങണവരുണ്ട് കന്നഡക്കാരുടെ നിന്ന്. ഒരു ഓണത്തിന് കന്നഡയിൽ നിന്ന് കന്നഡക്കാരന് കത്തിക്കുത്ത് കിട്ടി ചത്തവരുടെ ഒക്കെ ഇതുണ്ട് മലയാളികൾ മുറിവേറ്റത്. ആ രീതിയിലുള്ള ടൈപ്പ് ഇത്. എന്നിട്ട് ഞാൻ വെഡിത്തം മാറ്റാനുള്ള കാര്യങ്ങൾ പറയണേ. വെഡിത്തം ചെയ്ത് നടന്നോ, കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നോ എന്നല്ല പറയണേ. അപ്പോൾ ഈ ഫേക്ക് അക്കൗണ്ട് ഫേക്ക് ബർത്ത് ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യനാണോ, നീ തന്തയ്ക്ക് പിറന്നതാണോ, തന്തേനെ ചെറിയ വിളിച്ച് മേടത്ത്, അങ്ങനെയൊന്നും ഞാൻ പറയണല്ലേ. അങ്ങനെ പറയേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം നിങ്ങൾ വെട്ടിത്തരം ചെയ്യണേ ഫേക്ക് അക്കൗണ്ട്, ഫേക്ക് ബർത്ത് ഡേറ്റ്, ഫേക്ക് പേരൊക്കെ ഉണ്ടാക്കി നടക്കണതിന്, വൃത്തികെട്ട മെസ്സേജ് ബോയ്സിനും ഗേൾസിനൊക്കെ ഉണ്ടാക്കി നടക്കണതിന് ഞാനൊന്നും പറയണില്ല. എനിക്ക് ഇന്ത്യനെ ഞാനൊന്നും പറയണില്ല. അപ്പം നീ ഇങ്ങോട്ട് തിരിച്ച് ഞാൻ നിന്നോട് ചോദിക്കണില്ല എന്താ പ്രശ്നം, എന്താ പ്രോബ്ലം. എനിക്ക് അങ്ങനെ ചോദിച്ച ശീലമില്ല. ഞാൻ ഒരാളോടും എന്നോട് ആരും എന്താ പ്രോബ്ലം, എന്താ പ്രശ്നം, ഈ വിഡിത്ത ശോഷിച്ച വാക്കുകളും നിർത്ത്. അതാണ് നിങ്ങളുടെ വിഡ്ഢി ശോഷിച്ച ഒരു ചെകുത്താൻ വിഡ്ഢികളുടെ അന്തരീക്ഷം, വൃത്തികെട്ട അന്തരീക്ഷത്തിൽ വളരണ ഒരു രീതി. അപ്പോൾ ആ രീതി. അപ്പം നിങ്ങൾ എന്താ പ്രശ്നം അങ്ങനെയല്ല ചോദിക്കേണ്ടത്. മര്യാദയ്ക്കുള്ള ഉള്ള കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചോദിക്കാനുള്ള കാര്യം, അറിവുള്ള കാര്യം, ഉള്ള കാര്യം ചോദിക്കണമെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ സാധാരണ ഇങ്ങനെ ചോദിക്കും, പറയും എന്താണെന്ന്, നല്ല ഭക്ഷണം കഴിക്കണതിൻ്റെ കൂടെ തോട്ട്സ് മാറുന്നു. അത് നല്ല ഭക്ഷണം കഴിക്കണതിൻ്റെ കൂടെ മാത്രമല്ല, വളരണ രീതി അനുസരിച്ചാണ് തോട്ട്സ് മാറുന്നത്. അതുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടായി പനിയും ജലദോഷമുള്ള ഒരാൾ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ടേസ്റ്റ് പഠിക്കാണ്ട് തോട്ട്സും നേരെയാവില്ല, ഒന്നും ഉണ്ടാവില്ല. എയ്ഡ്സ് രോഗികളായിട്ട് 15 വയസ്സ് തൊട്ടുള്ള 25 വയസ്സുള്ള ആൺകുട്ടികൾ തിരുവനന്തപുരത്തും പലയിടത്തും ഈ ഡിസംബറിൽ എയ്ഡ്സ് രോഗബാധിതരായിട്ട് വീട്ടിൽ കഴിയണവരുണ്ട്. അവർക്ക് അവരുടെ രോഗാവസ്ഥ ഭക്ഷണം കഴിച്ചാലും അവരുടെ തോട്ട്സ് മാറണമെന്നില്ല. ആ വിഡിത്ത ചിന്തയിൽ നിൽക്കും അവർ. അപ്പോൾ അതാ പറയണേ. അപ്പോൾ നീ വെച്ചാൽ തോട്ട്സ് എങ്ങനെ മാറണേ? നമ്മളിങ്ങനെ നല്ല പാരൻസ് നിന്നാണ് ഉണ്ടായത്, അത് വൃത്തികെട്ട മെറ്റീരിയലിസ്റ്റിക് പാരൻസ്, വെഡിത്തം പറഞ്ഞു തരുന്ന പാരൻസ് നിന്നാണോ? കുറേ മന്ദബുദ്ധികളായ പിള്ളേർ, മന്ദബുദ്ധികളായ പാരൻസ്, മെറ്റീരിയലിസ്റ്റിക് പാരൻസ് പല രീതിയിൽ വളർത്താനല്ലേ ശോഷിച്ച അവസ്ഥയിൽ നിരക്കി നിർത്തും. അത് അതിനെ തോട്ട്സ് നിയന്ത്രിക്കാൻ പറ്റും. തോട്ട്സ് വേറെ രീതിയിൽ പോകും. വൃത്തികെട്ട സ്ഥലത്ത്, ഗുംഗളൂർ പോലത്തെ വൃത്തികെട്ട സ്ഥലത്തും ഒരു ശോഷിച്ച മെറ്റീരിയലിസ്റ്റിക് നേച്ചർ ചെകുത്താൻ വണ്ടികളുടെ സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ അത് നല്ല സ്ഥലത്താണോ അതിന് വ്യത്യാസം ഉണ്ടോ? വൃത്തികെട്ട സ്ഥലത്താണെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള തോട്ട്സോ, അല്ല ഫ്രോഡായിട്ടുള്ള സംസാരവും വൃത്തികെട്ട സംസാരവും അങ്ങനെയോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആത്മാർത്ഥത ഉണ്ടാവില്ല. ഞാൻ പറയണതിൽ ഒരു കാര്യത്തിൽ പറയണ്ടാവുക. അത് നന്നായി പറഞ്ഞിട്ടും നിങ്ങൾ ഈ വെഡിത്തം പിന്നെ പ്രശ്നമുണ്ട് അങ്ങനത്തെ വെഡിത്തര രീതിയിലേക്ക് ചോദിക്കണത്. അതാണ് നിങ്ങളുടെ ഫോളിഷ് ക്വസ്റ്റ്യൻസ്. നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തും, നിങ്ങളുടെ വില കളയണേ. അമ്പിളിമിസ് വെച്ച പോലെ 9 വർഷം എന്നോട് മുഖത്ത് സംസാരിക്കാത്തതിന്, അത് ചോദിക്കാത്തതിന് ഞാൻ പറയും മാത്സിന് 0 മാർക്ക്, കണക്കിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ അത് ചോദിച്ചതിന് ഉത്തരം കിട്ടി. അത് എനിക്ക് 0 മാർക്കാന്ന് അതിനൊന്നും മനസ്സിലാവുണ്ട്. ശരിക്കുള്ള കാര്യത്തിൽ വന്നിട്ടുണ്ട്. മാത്സ് നന്നായിട്ട് അറിയണവരാണ്. അത് ഓട്ടമാണ്. കണക്ക് എല്ലാ രീതി കോനിക്കാടൻ വീട്ടുപേരനുസരിച്ച് വരണം ഓടിയത്. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ആവരുത് നിങ്ങൾ. അവരും ഹിന്ദുസും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ആരാധിച്ചൊക്കെ പേര് മാറ്റി നടക്കണവരാണ്. പേര് മാറ്റുക, ബർത്ത് ഡേറ്റ് മാറ്റുക. മാമുക്കോയ, മമ്മൂട്ടി, സന്തോഷ് പണ്ഡിറ്റ്, കോഴിക്കോട് നിന്ന് ദിലീപ്, ആരൊക്കെയാണെങ്കിലും ഇവർ പേര് മാറ്റുക. ഈ ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച് നടക്കണവരാണ്. അത് അവർക്ക് ശരിക്കുള്ള ഇതിനായിട്ട് ഇതായിട്ടൊരു ബന്ധമില്ല, വേർപെട്ട് കിടക്കാണ്. അതുകൊണ്ട് അവർക്ക് രക്ഷയില്ല. അതുകൊണ്ടാണ് പറയണേ ഈ വെഡിത്തം ശരിക്കുള്ള കാര്യങ്ങൾ പറയണതാണ്. വെഡിത്തം കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നു അങ്ങനെയുള്ളവർ പറയില്ല. അങ്ങനെ പേര് മാറ്റി നടക്കണവർ മമ്മൂട്ടി, മോഹൻലാൽ ഗുണമില്ലാത്തവരാണ്. ഗുണമില്ലാത്തവരുടെ പേരാണ് പറഞ്ഞിരിക്കണം. ഈ പ്രേം നസീർ, മണി, അല്ലെങ്കിൽ ബഹദൂർ, പണ്ടത്തെ ശാരദ, ഷീല, ജയഭാരതിയുടെ സിനിമകൾ ആരും കാണാൻ പോകണ്ട. ഷീലയുടെ ഒക്കെ മധുവിടെ ഒറ്റ ആൾ തിരിഞ്ഞ് നോക്കണല്ലേ. അന്ന് കഴിഞ്ഞ ഒരു 30-40 വർഷമായിട്ട് ആരും കാണാൻ പോകണല്ലേ. അപ്പോൾ ഇനി ഒരു 10 ഡീക്കേഡ് കഴിഞ്ഞ് ഒറ്റണവർ തിരിഞ്ഞ് നോക്കാൻ പോകണേ. മണിയുടെ മരിച്ചു, ദിലീപ് ചത്തു, ദിലീപ് അതിൻ്റെ പേര് മറ്റേ കല്യാണം ഡൈവോഴ്സായി വേറെ കല്യാണം കഴിച്ചപ്പോൾ ഒറ്റണവരുടെ സിനിമ കാണാൻ പോകണല്ലേ. ഒറ്റണം പിന്തിരിഞ്ഞ് നോക്കണല്ലേ. അപ്പം 10 ഡീക്കേഡ് കഴിഞ്ഞ് ആരെയും കാണോ? ഈ എയ്ഡ്സ് പിടിച്ച് ചാവണവരും വയസ്സായി ചാവണവരും ഒരു എൻ്റെ മുമ്പ് ഒരു 35-45 വർഷം മുമ്പ് ചത്തിരിക്കും. അപ്പം ഞാൻ 35 വർഷം ജീവിച്ച് മുന്നിട്ട് പോയി നീണ്ടെന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് ഇവർ ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമോ? ഇല്ല, എൻ്റെ കാര്യം നോക്കി നടക്കും. ഇപ്പോഴങ്ങനെയാണ്. അപ്പോൾ ഈ വൃത്തികെട്ട പറയിപ്പിച്ച് പറയണവരാണ് മമ്മൂട്ടി, മാമുക്കോയും 2.5 മണിക്കൂറിന് വേണ്ടി. ഇവരുടെ വളഞ്ഞ മോന്ത കണ്ടറിയാം. കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് എത്രയോ ചെറുപ്രായത്തിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നവരാണ്. അതുകൊണ്ടാണ് പറയിപ്പിച്ച് പറയണവർ ഇതൊക്കെ വരണേ. അപ്പം ഞാൻ പറയാം അങ്ങനെയുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പറയിപ്പിക്കാൻ പഠിപ്പിക്കുക. ഉള്ള കാര്യം സംസാരിക്കണമെങ്കിൽ കുഴപ്പമുണ്ടോ?
അതുപോലത്തെ എല്ലാ രീതിയിലും ഈ എന്താ പറയുക തന്നെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ പറയിപ്പിക്കില്ലേ നിമ്മൻ പൈ പൈ പൊയ് പെയ് ഞാൻ വാക്കുകൾ ഉപയോഗിക്കാറില്ലേ, അങ്ങനത്തെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. എന്താ വെച്ചാൽ ചിലർ പറയില്ലേ അവന് ക്ഷീണമാണ് അങ്ങനെയൊക്കെ പറയില്ലേ നിങ്ങൾ ബാക്കിയുള്ളവരോട്. അവന് ക്ഷീണമാണ്, അവൻ പാവമാണ്, അവന് ദേഷ്യം വരും, അവന് വിഷമം വരും, അവന് ഭയപ്പാടാണ്, അവന് ധൈര്യമില്ല, അവന് നാണാണ്, അവൾക്ക് നാണാണ്. ഞാനും ഇതുവരെ ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല, പറയാത്തതുകൊണ്ട് ഞാൻ പറയും. അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ പറയുള്ളൂ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഗ്രൂപ്പിൽ ഇത് വെഡിത്തം പറഞ്ഞ് കള്ള് കുടിച്ച് ഡഗ് അടിച്ച് എത്ര വർഷം നടക്കണമായിരുന്നു. അങ്ങനെ നിങ്ങൾ ഇത് തിരിച്ചില്ലെങ്കിൽ പറയണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നിന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണമായിരുന്നു എത്ര വർഷം. അത് എൻ്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ലേ. അപ്പോൾ അതാണ് ധൈര്യത്തിൻ്റെ ലക്ഷണം, അതാണ് ആ രീതിയിൽ പോണത്. നിങ്ങൾ പറഞ്ഞ യേശു സ്ത്രീയാണ്, ഈ സ്ത്രീകൾ വെഡ്ഡി സ്ത്രീ എങ്ങനെയാണ് അതാവണേ? ധൈര്യത്തോടെ മിണ്ടാണ്ട് സഹിച്ചതല്ലേ കാര്യം വരണേ. അത് ജൂവിഷ്, അതിന് മുസ്ലിമും ഖുറാനായിട്ട് ബന്ധമില്ല. അവർ വെഡ്ഡികളാണ്. അള്ളാന്ന് പറഞ്ഞ ദൈവമല്ല എന്ന് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക്. എന്നിട്ട് ആ വെഡ്ഡിത്താണ് റിപ്പീറ്റ് ചെയ്യാണ്. അവർ ജൂയിഷിനെ നിരന്ന് കുട്ടി വാങ്ങാണ്, തോണ്ടി ഗാസ പോലെ ഇസ്രായേലും യമൻ അങ്ങനെയൊക്കെയുള്ള. അവർ സ്വയം തമ്മിൽ കൊല്ലുകയാണ്, മുസ്ലിംസും ഖുറാനും വായിക്കണവർക്ക്. അപ്പോൾ ഫണ്ണി വേയിൽ ഒരു ജൂവിഷ് ആണെങ്കിലും അത് സ്ട്രെങ്ത്തിൽ ഒരു മിണ്ടാണ്ട് സഹിച്ച് പുനരുദ്ധരിച്ച് ഹാർട്ട് ബീറ്റ് പുനരുദ്ധരിച്ച് വരണ രീതിയാണ്, എക്സാജറേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ അതിലിപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പിറന്നൊന്നും അവിടെ നിന്ന് വരണില്ലേ. കന്യകയിൽ നിന്ന് പിറന്നു, വയസ്സായി ജനിച്ച് വയസ്സായിട്ട് എന്താ പറയുക, കുറെ വയസ്സായിട്ട് ജനിച്ചത്, വയസ്സായിട്ട് കുറെ ട്രൈ ചെയ്ത് എലിഷാമ അല്ലെങ്കിൽ സാറ അബ്രഹാം എന്നുണ്ടായി, സഹാക്ക് 12 വയസ്സ് സാക്രിഫൈസ് ചെയ്യപ്പെട്ട ഈ വംശത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ ജനിച്ചു എന്ന് പറയണം. ഒരു കന്യക ജനിച്ചു, 45 വയസ്സിൽ ഒരു ചെറുപ്പാണെങ്കിലും യോസഫ് സ്വീകരിച്ചു, കക്കോളുടെ പോലെ 4 മക്കളുണ്ടായി കഴിഞ്ഞിട്ട് ജനിച്ചാൽ കടിഞ്ഞൂലായിട്ട് ജനിച്ചു എന്ന് കാണിക്കാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ആകാശത്ത് പിറന്നൊന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ വംശാവലിയിൽ പിറന്നു, അത്രേ പറയുന്നുള്ളൂ. ഈ കന്യകനെ ആരാധിക്കേണ്ടെന്ന് ഇപ്പോഴെ പോപ്പിന് മനസ്സിലായി 2000 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനെ ആരാധിച്ച് ഇപ്പോഴും ഇരിക്കേണ്ട വെഡിത്തം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം തിരികെ ഒന്ന് പ്രതീക്ഷിക്കാണ്ട് ലവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട്, വാക്കുകൾ വൃത്തികെട്ട കഴിച്ച് നടക്കാണ്ട് തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് ലവ് ചെയ്യുക, സദുപദേശങ്ങൾ പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല ഭക്ഷണം ഷെയർ ചെയ്യുക. നോൺ ആൽക്കഹോളിക് വൈനായിരിക്കും അന്ന്, അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുക തിരികെ ഒന്ന് പ്രതീക്ഷിക്കാണ്ട്. അതിനെയാണ് റിമെമ്പറൻസ് ചെയ്യാൻ പറഞ്ഞത്, ആ ഷെയറിങ് കാര്യങ്ങൾ, ഷെയറിങ് മൈൻഡ്. അപ്പോൾ നിങ്ങൾ എന്താ പറയണേ, പാതിരികളുടെ ആവശ്യത്തിൽ നിന്ന് ചെയ്യാനുണ്ട്. റിപ്പീറ്റഡ് സാക്രിഫൈസ് മെറ്റീരിയലിസ്റ്റിക് ജോലി ചെയ്യണ പോലെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ജോലി എന്ന് പറഞ്ഞ് നക്കപ്പിച്ച കാശിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുക, അത് മെറ്റീരിയലിസ്റ്റിക്കിന് വേണ്ടി 30,000, 20,000, 60,000 രൂപയ്ക്ക് വേണ്ടി നിന്ന് പാതിരികളോട് വെറുതേക്ക് ചെയ്യല്ല. അത് റിമെമ്പറൻസ് അല്ല, അത് ഒരു പെർഫെക്റ്റായ സാക്രിഫൈസിന് തിരിച്ച് വിപരീതമാണ് ചെയ്യണം. നിന്ന് 3000 വർഷം ഒരു വന്ന കാര്യം വന്ന പോലെ വന്നിട്ടുണ്ട്. അത് സമയത്ത് അതിനെക്കുറിച്ച് പറയാണ്ട്, അതിനെക്കുറിച്ച് ഫിസിക്കൽ വാലിഡേഷൻ ഉണ്ടാവില്ല, അതിന് പ്രൂഫ് ഉണ്ടാവില്ല. അത് എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 3000 വർഷം കഴിഞ്ഞാലും 2500 വർഷം കഴിഞ്ഞാലും 2050 വർഷം കഴിഞ്ഞാലും ഇത് റിപ്പീറ്റ് ചെയ്താൽ ഇവിടെ കാര്യം. 2000 വർഷം കഴിഞ്ഞാൽ നേരത്തെ കളഞ്ഞ പോലെ കറക്റ്റായിട്ട് വരും, ആരും അറിയാത്ത രീതിയിൽ വരുന്ന എല്ലാം അറിയാം. അപ്പോൾ ഏതാ റിസറക്ഷൻ നോ റിസറക്ഷൻ എന്ന രീതിയിൽ വരുമെന്ന് അറിയാം. അത് 11 വയസ്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാം അറിഞ്ഞു തന്നെ കിടക്കണം അല്ലേ. ഒരു ചെറിയ കുട്ടിയാണ് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും ന്യൂ ബോൺ ആണെങ്കിലും 4 ദിവസം കൂടി ഒരു മിനിറ്റ് മുമ്പ് ജനിച്ചാണ്, 4 ദിവസം കഴിയുമ്പോഴേക്കും ആരൊക്കെ കാണണമെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് വളരാൻ പോകണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആരൊക്കെ തുടലും അത് കാണും. 11 വയസ്സ് കഴിഞ്ഞാൽ 23 വയസ്സ് കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുമ്പോൾ അവരുടെ ശരിക്കുള്ള രൂപം പുറത്തേക്ക് എടുക്കും. ശരിക്കുള്ള അവരുടെ തനി സ്വഭാവം അപ്പോൾ തനിയെ വന്നിട്ടുണ്ട്, അത് ആ രീതി പുറത്തേക്ക് എടുക്കും. ആ രീതിക്ക് തന്നെ പോണേ, അല്ലാണ്ട് വിഡിത്തത്തിൽ നീങ്ങണ രീതിയില്ല, അതന്നെ പറയണേ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ കേട്ടോ, 1 മിനിറ്റ് മുമ്പ് ജനിച്ചിട്ടുള്ളൂ, ഇത്ര നാൾ കണ്ടതും കാണാത്തതും ചെയ്തതും ചെയ്യാത്തതും കണ്ടതും വായിച്ചതും അറിയാതിരിക്കാൻ, ഇതൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് പോണേ. ഉള്ള കാര്യം ഇല്ലാത്ത പോലെയാവോ? അപ്പം നല്ല ധൈര്യത്തോടെ തന്നെ പറയണം. പിന്നെ അങ്ങനെയുള്ളത് നിങ്ങൾ കന്നഡ തെലുഗു ഹിന്ദിക്കാരുടെ കൂടെ ഗുഡ് കഴിച്ച് നടക്കണ പോലെ അവരാണ് പെടാൻ പോകുന്നത്. അവർക്കറിയില്ല അവർ തെറ്റാ ചെയ്യണമെന്ന്. ഒരു വൃത്തികെട്ട ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ എവിടെയാണെങ്കിലും. അപ്പോൾ അവർ നിങ്ങൾ വൃത്തികെട്ട പ്ലേസിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ക്യാമോഫ്ലേജ് ചെയ്തിട്ട് അത് വേറെ സ്ഥലത്താന്ന് പറഞ്ഞിട്ട് ഫേക്ക് അക്കൗണ്ട് ഫേക്ക് പേര് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഒരു കാര്യം ഉള്ളതാണ് ഉള്ള പോലെ ഉള്ള പോലെ ചോദിക്കുക. അതുകൊണ്ട് ആരും ഏൽപ്പിച്ചു ധൈര്യം ഇല്ലാണ്ട് വേറെ മാറി നിന്നിട്ട് കാര്യമുണ്ടോ? ഹിന്ദിക്കാർ ഞാൻ കുട്ടി കഴിച്ച് നടക്കണില്ല, ഹിന്ദി ആയിട്ട് എൻ്റെ ഡാഡി മലയാളികളാണ്, ഹിന്ദി പറയണില്ല, അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക.
അന്നേ തൊട്ട് കാണുന്നത് 9 വർഷം, എത്ര വർഷം കഴിഞ്ഞു? ഞാനൊരു ഫെയർവെൽ പറഞ്ഞ് പോകേണ്ട കാര്യമുണ്ട്. അത് പേര് വിളിച്ച് ഹായ് ബായ് പറയുന്ന നാവ് കുഴയുണ്ടാവും അവരുടെ. എത്ര വർഷം തീർന്നു. ഞങ്ങൾ പോകണ്ടാവില്ല, ബാത്റൂമിൽ പോകണ്ടാവില്ല, അതുകൊണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും നാവ് കുഴയണ ടൈപ്പ് എന്തെങ്കിലും എന്താണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നല്ല പറഞ്ഞു. അപ്പം മനസ്സിലാക്കി അങ്ങനത്തെ വാക്കുകൾ പറയണല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് കാല് വന്ന് നടത്തി സംസാരിക്കാൻ പറ്റില്ല, കാല് കുഴയുണ്ടാവും, നാവ് കുഴയുണ്ടാവും, കൈ പൊന്തി ഷോൾഡറിൽ ഇടാൻ പറ്റണല്ലേ. ഇതൊക്കെ കുറേ വർഷങ്ങൾ തീർന്നു. നീ വേറെ വീഡിയോ സ്വപ്നം കണ്ട അത് വരുമോ? കള്ളും കുറിച്ച് ഡഗ് അടിച്ചിട്ടുണ്ടാക്കി കുമ്മിട്ട് വൃത്തികെട്ട ശബ്ദമാണ്. ഓട്ടോ ജോർജും സന്തോഷ് പണ്ഡിറ്റും ഒരു ശ്രേണിയിൽ കിടക്കുന്നതാണ്. കന്നഡക്കാർ, തെലുങ്കുകാർ, അവരുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ പാവാ പോവാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവ നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ കാണിക്കണം, നിങ്ങളുടെ ദയനീയമായ അവസ്ഥ. ഓരോരുത്തർ രാത്രി ദയനീയമായ അവസ്ഥ, ഈ ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച്, ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ആരാധിച്ച്, വിവരമില്ലാണ്ട് ദയനീയമായ അവസ്ഥ കാണുമ്പോൾ അവരുടെ സ്ത്രീ ആയാലും പുരുഷനും അവരോട് ഒന്നും ഉണ്ടാന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ദയനീയമാണ്. ഈ ശബരിമല വൃത്തികെട്ട എല്ലാ വെഡിത്തങ്ങളും എരന്ന് കൂട്ടി വാങ്ങണ ചെകുത്താൻ വെഡികളുടെ ആരാധനയും കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? റോമൻ കാത്തലിക് എല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ആന്റി ക്രൈസ്റ്റ് പോലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അള്ളാന്ന് പറഞ്ഞ ദൈവമല്ല, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക നിങ്ങൾ വെഡിത്തം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം അങ്ങനെ കന്നഡ, തെലുഗു, അവർ പാവ പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം വിവരമില്ലാത്ത ഒരു ഏജിൽ നിന്ന് വളർന്നു വരണല്ലേ. അത് നിങ്ങൾക്ക് കുറച്ച് പക്വത ഉണ്ടാവില്ല. അപ്പോൾ പക്വത എന്ന് തട്ടിച്ച് നിൽക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക ആരായിട്ടാണ്. അപ്പോൾ ആ പാവ പോവാന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ശോഷിച്ചാവസ്ഥ പുറത്ത് കാണിക്കണേ. നിങ്ങൾ സ്വയം പാവത്താവണം, നിങ്ങളുടെ സ്വന്തം ശോഷിച്ചാവസ്ഥ. ഞാൻ ആരും പോവാന്ന് ഇതുവരെ പറയാൻ പോയിട്ടില്ലേ. സീനിയർ സിറ്റിസൺ മുതിർന്നവർ, ഞാൻ നിങ്ങളുടെ വൃത്തികെട്ട സ്ഥലത്തെ ലാംഗ്വേജ് അത്. ഇവിടെ ആണെങ്കിൽ അവിടെ ആണെങ്കിൽ മുതിർന്നവരായാലും ചെറിയ സീനിയർ സിറ്റിസൺ കോണം മകത്ത്. ഞാൻ 90 വയസ്സായിട്ട് ചാവാൻ കിടക്കാണോ? 1940, 1950, 1960 ജനിച്ചതാണോ? അല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഏതോ 60 വർഷം മുമ്പ്, 50 വർഷം, ഇത് 12 വർഷം മുമ്പ് വന്ന് ആ ഘട്ടമായി ഓരോന്നുണ്ടാവുന്നത് അവരുടെ സമയത്ത് ഉണ്ടായിട്ടില്ല. അവർ കുടിച്ചിട്ടൊക്കെ അടിച്ചിട്ട് ഏതോ വേറെ രീതിയിലൊക്കെ സംസാരിച്ച് വരണവരാണ്. കുമ്മുട്ടിയൊന്നും ഇവിടെ വരണല്ലേ, കോയം വരണല്ലേ. അവരുടെ ഇപ്പം എൻ്റെ മുഖം ഇപ്പോൾ വേറെ ടൈപ്പാണ് ഷൂട്ട് അടിച്ചത്. ഇപ്പോൾ ഒരു വിടർന്ന മുഖം വേറെ സമയത്ത് വരും. അത് വേറെ രീതിയിൽ സംസാരിക്കുമ്പോഴും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോഴും അത് മുഖം മാറിയതിൻ്റെ ഒരു ചലനങ്ങളും വ്യത്യാസങ്ങളും, അത് നമ്മൾ ചേഷ്ടകളും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വ്യത്യാസം വരണതുണ്ട്. അപ്പം നിങ്ങളെ കുറിച്ച് ഒരു തെറ്റുകുറ്റം അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് ഇങ്ങോട്ട് ദ്രോഹിക്കണം വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ദ്രോഹിക്കാൻ നടന്നാൽ നിങ്ങളല്ലായിരുന്നു കൂട്ടി വാങ്ങണേ. അത് മനസ്സിലാക്കാൻ പഠിക്കേ. അങ്ങനെ ഓരോ വയനാടും ഓരോ കളർ കോഡും എല്ലാം കിട്ടിയ പോലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഓരോ വെടിത്തരും, ഓരോ ബസ് സ്വാമി മനുഷ്യരുടെ ബസ്സിൽ നിന്ന് ഇടിക്കുക, ഇല്ലാണ്ടാവുക. ചിന്നസ്വാമി സ്റ്റേഡിയം ഓരോ സ്റ്റാമ്പീഡ്, വിജയ് കണക്ഷൻ, എല്ലാ സ്റ്റാമ്പീഡ്, ആ രീതി ഓരോ കണക്ഷൻ അനുസരിച്ച് കിട്ടിക്കണേ. അത് മനസ്സിലാക്കാൻ പഠിക്കണം ജെറോസ്മൽ ഇതിൽ. എന്നിട്ട് എല്ലാ രീതിയിലും പിന്നെ എന്താ പറയുക, പിന്നെ ഇങ്ങനെ ഓരോ കന്നഡ, തെലുങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങളെ ശോഷിച്ച നാവ് കാണിക്കണം. അവിടെ വളർന്ന് വെടിത്തരം, നിങ്ങൾ അവിടുത്തെ വെടിത്തരം ആ രീതിയിലുള്ള വളർച്ച കാരണമാണ് നിങ്ങൾ പലയിടത്ത് കാനഡയിലൊക്കെ പോയി കുറവുണ്ട് മുങ്ങി നീന്താൻ പറ്റാണ്ടൊക്കെ ഇതാവുന്നത്. പല സ്ഥലത്തും ഫേസ്ബുക്കിൽ അക്കൗണ്ടുള്ളവരും എല്ലാവരും മരിക്കണവരും കാനഡയിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി ഡിസംബർ സമയത്ത് 16, 15 സമയത്തൊക്കെ ഒരു ബർത്ത്ഡേക്ക് മുന്നേ ചാവുന്ന ഫാമിലി, അമ്മായിപ്പന്മാർ രണ്ടുപേരും ഇല്ലാണ്ടാവുന്ന രീതിയൊക്കെ കഴിഞ്ഞ വർഷമായിരുന്നു തോന്നുന്നു, 2024, 2023. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടായിരുന്നു കൂട്ടി വാങ്ങുന്നതാണ്. ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക. അല്ല കന്നഡ തെലുങ്കുകാർ അങ്ങനെ പറഞ്ഞു, അവർ തന്നെ അരുന്ന് കൂട്ടി വാങ്ങണവരാണ്. അപ്പം നിങ്ങളും അതുപോലെ ആയിട്ട് എന്താ കാര്യം? അപ്പം ഉള്ള കാര്യം സംസാരിക്കാൻ പഠിക്കുക. ഉള്ള കാര്യം എന്താണ്? ഹാരിസൽ അങ്ങനെ സംസാരിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ അതിന് ധൈര്യം ഇല്ലെങ്കിൽ വേറെ വലിയ വെഡികൾ ഓർത്തിരുന്നിട്ട് അത് വരുമോ? ഹാരിസൽ 2 ഓഗസ്റ്റ് ജനിച്ചത് 888, ഏഷ്യാനെറ്റ് ജനം 2nd 23, 24 + 26. അത് യഹോവയുടെ സമയമാണ്. ശരിയാണ്. ഇവൻ ദ സൺ ഡസൻ നോ ദ ടൈം ബട്ട് ദ യഹോവാസ് ടൈമിങ് എവരിത്തിങ് വിൽ ഹാപ്പൻ എന്ന് പറയണ പോലെ വരുമ്പോൾ എവരിത്തിങ് വിൽ ഹാപ്പൻ ആ രീതിയിൽ പറയണ ആ രീതിയിലാണ്. ഇപ്പോൾ സുനാമി വന്നത് 26, 12, 24, 11 മണി കഴിഞ്ഞ് 12, 12 മണി, അല്ലെങ്കിൽ 23 മണി, 24 മണി. അപ്പോൾ പുതിയ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ തോട്ട്സ് മാറും. അത് 0 സമയം 26 എന്ന സമയത്ത് ലക്ഷണം 25 ഡിസംബർ അല്ല, സൂര്യഭഗവാന്റെ ഏതോ ഫേക്ക് ബർത്ത് ഡേറ്റ് അല്ല. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഡാഡി മമ്മിയുടെ അമ്മയുടെ 8 മാർച്ച് ബർത്ത്ഡേ, ഡാഡിയുടെ അമ്മയുടെ 8 മാർച്ച് ഡെത്ത് ഡേ. അത് 11 വയസ്സിൽ അങ്ങനെ ചിന്തിക്കേണ്ട രീതിയില്ല. 1 തൊട്ട് 10 വയസ്സ് വരെ ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അപ്പോഴും ഈ വിളി തന്നെ ഏത് പടുവെടിയോട് പടുക്കോൻ അവരുടെ വീട്ടുപേരെ ഓർങ്ങുക. ആ പടുവെടിയോട് ഉപദേശം ചോദിച്ചിട്ട് ക്രിസ്ത്യാനി മോനെ കുറിച്ച് അവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? സ്വന്തം വീട്ടിൽ വിസ്കിയും ഡ്രഗ് അടിച്ച് ബ്രാൻഡി അടിച്ച് സിഗരറ്റ് വലിച്ച് ന്യൂ അറ്റ്മോസ്ഫിയർ കേടാക്കി ഇല്ലാണ്ടാക്കാണ്. അപ്പോൾ അവർ ഉയർപ്പിക്കാൻ പോകണം ഞാൻ.
അപ്പോൾ അതില്ല, അത് ചെറിയ പിള്ളേരുടെ അപ്പം ചിന്തിക്കാനുള്ള കുറിച്ച് ഒരു ഉതിർന്നിട്ട് ചെയ്യണ കാര്യമാണ്. ഇപ്പോൾ ഏത് റിസറക്ഷൻ ഓർ നോ റിസറക്ഷൻ 2002-888 12 വയസ്സ് തികഞ്ഞ് 6ാം ക്ലാസ് ആകുമ്പോൾ ആ യേശുവിനെ കാണാണ്ടാവണ രീതി 888 അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള കാണിക്കണേ അല്ലേ. 2 × 4 8, 8 × 3 24, 8 × 3 24 ജനിച്ചതും മരിച്ചതും അമ്മ റോസി ആ 28 1 + 2 12 00 സമയം 2000 1 + 2 3 എന്നാൽ 8 3 കൂടി 3 8 × 3 24 ആ മൾട്ടിപ്ലിക്കേഷൻ ആയത് 2 × 4 8 2 × 4 8 24 8 8 8 അങ്ങനെ ഒരു രീതി കാണിക്കണേ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 8 × 8 + 3 11 11 വയസ്സിൽ എനിക്ക് ജിബി നിമ്മി 11 വയസ്സിലിടുമ്പോൾ ഞാൻ 22 ജിബിയുടെ നിമ്മിയുടെ ബർത്ത്ഡേ, അതിൽ 33 മധുബാലയുടെ ബർത്ത് ഇയർ, ആ 33 ആനയുടെ ബർത്ത് ഡേറ്റ് 23rd സ്റ്റാൻഡേർഡ് ചേർന്ന് 2nd സ്റ്റാൻഡേർഡ് ചേർന്ന് സർട്ടിഫിക്കറ്റാണ് ഗോവയിൽ നിന്ന് 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് ചേർന്ന് 95 96 വീഴണു. ആ രീതിയിൽ തന്നെ പോണേ. 11 വയസ്സിൽ 12 വയസ്സ് തികയുമ്പോൾ 2000-ൽ. അപ്പോൾ ഇനി റിസറക്ഷൻ എന്തെങ്കിലും ഉണ്ടായി, ഏത് റിസറക്ഷൻ ഓ റിസറക്ഷൻ സാധാരണ പോലെ ചോദിച്ച് കാര്യങ്ങൾ വരണ കാര്യമാണ് പറയണത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുക. ഉള്ള കാര്യം സംസാരിക്കണത് കുഴപ്പമുണ്ടോ? ഉള്ള കാര്യം അറിയാം, പക്ഷെ അത് ചോദിക്കണല്ലേ. നിങ്ങൾ വേറെ വെഡിത്തെ ധൈര്യമില്ലാണ്ട് ഈ വെഡികളുടെ കൂടെ നടന്നിട്ട് എന്താ കാര്യം? അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ വെഡിയാണ് തലയിൽ എഴുതി വെച്ചാൽ അതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുക. അത് മാറ്റാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഏതോ വൃത്തികെട്ട സ്ഥലത്തെ സ്ട്രീറ്റ്സോടെ നടന്നു വലിയ കാര്യമായി എന്നല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഓരോ ഇതും പിന്നെ ഉള്ള കാര്യം പറയണം. പിന്നെ ഈ സുനാമി അല്ലെങ്കിൽ ജിബിനോട് ചോദിക്കേണ്ടത് ഗുജറാത്ത് ഒരാഴ്ച താമസിച്ചത് കോഫുള്ളെന്ന് വെച്ചാൽ അവനോട് ചോദിക്കണം. അതുപോലെ ട്വിൻ ടവേഴ്സ് എല്ലാം ഉണ്ടാവുന്നതും ടവേഴ്സ് അമേരിക്ക മരിച്ച റോസി ബർത്ത്ഡേ എല്ലാ രീതിയിൽ വരുന്നതും ആ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. പിന്നെ എന്താ പറയുക വയനാട് ഉണ്ടായതും അതൊക്കെ ഒരു 2 മണി ആ 30 ജൂലൈ 30 സമയത്ത് 36 സമയം 2/6 സമയത്ത് ഓഗസ്റ്റ് 2 ദിവസം മുമ്പ് എന്നൊക്കെ രീതിയിലാണ് വരണം. ഓഗസ്റ്റ് തുടങ്ങണതിന് ഒരു ദിവസം മുമ്പ്, ഓഗസ്റ്റ് 2 2 ദിവസം മുമ്പ് ബർത്ത്ഡേക്ക്. അപ്പോൾ ആ രീതിയിൽ തന്നെ വരണം എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അവിടെ കത്തിക്കുത്ത് ഉണ്ടായിട്ട് മരിച്ചു. ഇപ്പോൾ 14 വയസ്സ് വരെ 2 സമയം 30 എന്ന രീതിയിൽ കത്തിക്കുത്ത് ചോദിക്കാൻ ചെന്നതിന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കണത്. പിന്നെ ഓരോരോ ഇപ്പോൾ പോപ്പ് മരിച്ച April 21 എൻ്റെ ബാപ്റ്റിസത്തിൽ കൊറോണ ഉണ്ടായത് 21 + 4 25 10 88 വയസ്സ് 8 × 2 16 + 10 26 ആ സമയത്ത് 266th പോപ്പ്. അപ്പോൾ എല്ലാ രീതിയിലും ആ നടക്കണം. അപ്പോൾ ആ രീതിയിൽ പറയേണ്ട രീതിയിലാണ് പറയണേ. അതിൽ വേറെ ഒന്നും ഉൾച്ചേർത്ത് വരണല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ഏത് ശോഭന എല്ലാ വൃത്തികെട്ട രീതിയിൽ വളർന്ന ഒരു ഗുണമില്ലാത്തവർ തിരിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് വെഡ്ഡികളാക്കിയിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു വെഡ്ഡികളാക്കേണ്ട കാര്യമില്ല, എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഗുണമില്ലാത്ത ജീവിതമാണ് നിങ്ങളുടെ. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം. അപ്പോൾ അതിലൊരു കാര്യമില്ല എന്ന് പറയണം. അപ്പോൾ വെഡ്ഡികളാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെറിയ പിള്ളേർ മന്ദബുദ്ധികളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ ശോഷിച്ച അവസ്ഥയിൽ നിറച്ച് ഈ ആൻറ്റി ക്രൈസ്റ്റും മുസ്ലിംസ് അള്ളാന്നൊരു ദൈവമല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഈ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടത്തരമാണ് ചെയ്യണത് കണ്ടിട്ടും ബ്രാഹ്മണെന്ന് അത് മനസ്സിലാക്കി. പക്ഷേ ഈ ഇതൊക്കെ ഏത് ഭാഗത്ത് നിന്ന് വന്നതാണെന്ന് അറിയില്ല. ഈ ട്രാൻസ്ജെൻഡേഴ്സും ജനറ്റിക് ഡിസോർഡർ ഉള്ളവരും കക്കോൾഡ് ഉണ്ടായതും എല്ലാവരും പല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് എല്ലാവരും ആരാധിക്കണ്ടേ? കള്ളു കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരൊക്കെ അങ്ങനെയുള്ള രൂപങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു സാക്രിഫൈസ് ചെയ്ത് വന്നു, സഹിച്ചു, അതിൽ ഓക്കെ. അപ്പോൾ ഇതിലിങ്ങനെ വിഡിത്തങ്ങൾ ചെയ്യണ രീതി അങ്ങനെയുള്ള അതിന് ഡാൻസ് കളിച്ച് അതിന് വിഡിത്തം മമ്മൂട്ടിയും എല്ലാ വക സ്വാമി വേഷം കെട്ടി പാതിരി വേഷം കെട്ടി വേണ്ടാത്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് നടക്കണവരും പിന്നെ ശോഭനൊക്കെ ഇല്ലാണ്ട് ഒരു ഗുണമില്ല. തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു 10 ഡിക്കറ്റ് ആരും ഇതിനെ കുറിച്ച് ഓർക്കാൻ പോകണല്ലേ. അപ്പോൾ നിങ്ങൾ തെറ്റ് മനസ്സിലാക്കിയിട്ടത് മാറാൻ പഠിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ കളവ് ചെയ്ത് എന്തെങ്കിലും കളവ് ചെയ്യാൻ എന്തെങ്കിലും പെട്ടെന്ന് സ്റ്റേഷനിൽ കണ്ടവണ് കിടക്കുന്നതെന്ന് വിചാരിച്ചാൽ കക്കോൾഡ് എന്തെങ്കിലും ചോദിക്കാമായിരുന്നു. ചോദിക്കണില്ലേ സാധാരണ രീതിയിൽ ചോദിക്കണം. ലവ് ചെയ്യണമെങ്കിൽ ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കണില്ലേ. മുട്ട് വരെ കാല് തൊട്ട് കക്ഷം വരെ ഫുള്ള് നോക്കി മോനെ പിടിച്ച് വെളുത്തവരാണെങ്കിൽ സൈഡ് കൊടുത്ത് അങ്ങനെ രീതിയിൽ ചോദിക്കണുള്ളൂ. പക്ഷെ അതിന് നിങ്ങൾ ഒരു കാര്യം കാണിക്കണല്ലേ. പെണ്ണെന്നുള്ള സ്ട്രക്ചർ വ്യത്യാസമില്ല, അങ്ങനെയല്ല.
വേറെ എന്തെങ്കിലും ആണുങ്ങളും അങ്ങനെ പ്രസവിക്കണമെന്നില്ലല്ലോ. യേശുവിനെ സ്ത്രീ എന്ന് പറഞ്ഞാൽ യേശു പ്രസവിക്കണമെന്നില്ലല്ലോ. വെഡിത്തരത്തിൽ നടത്തുന്ന കാര്യം ഞാൻ റെസ്പോണ്ട് ചെയ്യുമല്ലോ. കാര്യങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യം ചോദിക്കുമ്പോൾ സാധാരണ രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. അത് സാധാരണ രീതിയിൽ ഹാരിസ തോർത്തുമുണ്ടെടുത്ത ഹാരിസ നിൻ്റെ ടിക്കറ്റ് ശരിയായ, അപ്പം സപ്പോസ് നിൻ്റെ പേര് രോഹൻ ടിക്കറ്റ് ശരിയായല്ലോ, അങ്ങനത്തെ കാര്യം പ്രസവിക്കും. ഇപ്പം ചിന്തിക്കണ രീതിയല്ല, അപ്പം ചിന്തിക്കണ രീതി. എന്നിട്ട് സാധാരണ രീതിയിൽ തിരിച്ച് സംസാരിക്കുന്ന രീതി എന്തെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിൽ നമ്മൾ വേറെ അങ്ങനെയൊക്കെ വേണ്ടിയിരിക്കും. അങ്ങനെ പലരും ഉണ്ടാവും. ചിലർ തമാശ പറഞ്ഞ് ചിരിക്കണ നേരത്താണെങ്കിലും ചിലർ സമയത്ത് മിണ്ടാണ്ടിരിക്കണ നേരത്തുണ്ടാവും. അത് പല രീതിയിൽ പലരുടെ സ്വഭാവം എല്ലാ രീതിയിലും ചിലർക്ക് എല്ലാം മിക്സ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. നിങ്ങൾ വേറെ വെഡ്ഡികളെ സ്വപ്നം കണ്ട കള്ളടി കുടിച്ച് ഡഗടിച്ച് നടക്കണം എത്രയോ വർഷം അങ്ങ് ഡിപ്പെൻഡ് ചെയ്ത് നടക്കണമായിരുന്നു ഞാൻ. അങ്ങനെയുള്ള ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്ക് മക്കളുണ്ടാവില്ലേ, കുട്ടികളുണ്ടാവില്ലേ, അപ്പോഴും പഠിച്ച് വേറെ നിങ്ങളുടെ ഇഗ്നോറൻസ് അറിയില്ലേ, നിങ്ങൾ തന്നെ പറയേണ്ടത് നിങ്ങൾ ഇഗ്നോറൻസ് പടുവെട്ടികളോട് ചോദിക്കാൻ പോകുന്നുണ്ട് ക്രിസ്ത്യാനിറ്റി. എന്നിട്ട് എന്നോട് പറയുന്നത് ഇഗ്നോറൻസ് മിസ്റ്റേക്ക്, അതിൻ്റെ കോൺസിക്വൻസസ് ഫേറ്റലാവുന്നു. ഞാൻ പറയും എനിക്ക് ഫോൾ പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. തോൽക്കാണെന്ന രീതിയാണ്, ഫോൾ പ്ലേ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആർക്കും ഒരു വീക്ക് സ്പാർക്ക് കൊടുക്കണില്ല. ഞാനൊരു വീക്ക് സ്പാർക്ക് സ്വീകരിക്കണില്ലേ. വീക്ക് സ്പാർക്ക് പറഞ്ഞാൽ ഒരു ശോഷിച്ച അവസ്ഥ ഞാൻ സ്വീകരിക്കണില്ലേ. ഒരു ഫൗൾ പ്ലേ, ഒരു തോൽക്കണ രീതിയിലുള്ള പ്ലേ ഞാൻ നടത്തണില്ലേ. എല്ലാം മനസ്സിലാക്കി അടുത്തേക്ക് കടക്കണ രീതി വരണം. വേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ സേലം വരെ ഉള്ള അവൻ്റെ ആവശ്യമില്ല, പറഞ്ഞത് മതി. അല്ല വേറെ രീതിയിൽ വരണം, അത് ഓക്കെ. അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ വേറെ രീതിയിൽ കക്കോൾഡ് ഇപ്പം നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കണില്ലേ. അങ്ങനെ ആയി കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി സാധാരണ പുറത്തേക്ക് പോയി ഒത്തൊരുമിച്ച് ജീവിക്കണ ഫോർ എവർ ലിവിങ്ങിന് നടക്കുമ്പോൾ ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. കക്കോൾഡല്ലേ സാധാരണ സ്പിരിച്വൽ ഒരു ബ്രൈഡിനെ സ്വീകരിക്കാൻ സ്പിരിച്വൽ ബ്രൈഡായിട്ട് തന്നെ സ്വീകരിക്കും. അതിൽ വേറെ വൃത്തികെട്ട സംസാരം ശോഷിച്ച വാക്കുകൾ വരണല്ലേ. സാധാരണ രീതിയിൽ പോകണു. നമ്മൾ സാധാരണ വേറെ ആളെ കൊടുക്കുകയാണെങ്കിലും ഒരു ശോഷിച്ച് ഭക്ഷണം കഴിക്കുക, സാധാരണ ഭക്ഷണം കഴിക്കുക, ഇവരുള്ളല്ലോ മക്കളുണ്ടാവില്ല. സാധാരണ ഷോപ്പിങ്ങിന് പോയി സാധാരണ രീതിയിൽ ജീവിക്കണു. സാധാരണ സ്പിരിച്വൽ ബോണ്ട് ആ രീതിയിൽ കുറേ ജീവിക്കണവരുണ്ട് അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ പറയുന്ന രീതി തന്നെ പറഞ്ഞു. അപ്പം നിങ്ങൾ വിഡിത്തം കുറേ ശോഷിച്ച വാക്കുകൾ പറഞ്ഞു ആ രീതിയിൽ വളരരുത്. അവിടെ തന്തി തള്ളയ്ക്ക് വിവരമില്ല. ആ രീതിയിൽ ഇങ്ങനെ വളർത്താൻ പറയാൻ പറ്റില്ല. ശോഷിച്ച അവസ്ഥയിൽ നിരങ്ങി നീങ്ങണതുകൊണ്ടാണ് അവർ ആ വാക്കുകൾ പറയുന്നത്. നിങ്ങളും ആ വാക്ക് ഉപയോഗിച്ചിരുന്ന സീനിയർ സിറ്റിസൺ പാവന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല. ഇവിടെ 90 വയസ്സൊരു ചാവാൻ കിടക്കണ പോലെയാണ് പറയണത് കേട്ട. വേറെ ഒരു വിഡ്ഢികളെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. അതിലൊരു കാര്യം വഴങ്ങി നല്ല സ്വീറ്റ് മെലഡി വോയിസിൽ പാടുന്നതും എല്ലാവരും വ്യത്യാസമുണ്ട്. അവരൊക്കെ ഏത് പ്രാചീനമായ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. അല്ല അവർ ഒരുങ്ങി വരണ ഡ്രസ്സും വരണ ടൈപ്പും പ്രാചീനമായ സ്മെല്ലും അവരുടെ ശരീരത്തിലുള്ള വേറെ ടൈപ്പാണ്. നീ വേറെ രീതിയിൽ ചിന്തിക്കുക. എൻ്റെ ഒരു യങ് ആ രീതിയിലാണ് വരണം. വേറെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് വയസ്സായ ആൾക്കാർ അങ്ങനെ താല്പര്യമില്ല. ഞാൻ സീനിയർ സിറ്റിസൺ എന്ന് പറയാൻ പോകണല്ലേ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളും കാര്യങ്ങളും പറയണല്ലേ. അവർ ചിന്തിക്കണ പാട്ടുകൾ അവർ ജീവിത രീതി വ്യത്യാസമുണ്ട്. ഏതോ 60 വർഷം മുമ്പത്തെ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കണേ. ഇത് ജസ്റ്റ് 12 വർഷം മുമ്പ് 2000 12 വയസ്സ് തികയുമ്പോൾ ആ 2001 കൂട്ടി ചേർത്ത് വരണ രീതി, ആ 8 വന്ന രീതിയെ കാണിക്കണം. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ അത് മനസ്സിലായിട്ടുണ്ട്. ഉള്ള കാര്യം സംസാരിക്കണം. ഇത്ര കുഴപ്പമുണ്ട്. സാധാരണ രീതിയിൽ സംസാരിക്കാം. അപ്പം എനിക്ക് പറയാം, സാധാരണ രീതിയിൽ പറയാം. ട്രെയിനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 36 വർഷം ഡാഡി ഇവിടെ വർക്ക് ചെയ്യുന്ന റെയിൽവേയിൽ. ഞാൻ പീസ്ഫുള്ളായിട്ട് തന്നെ സഞ്ചരിച്ചാണ്. അപ്പം നിങ്ങൾ പീസ്ഫുള്ളായിട്ട് സഞ്ചരിക്കണം. അല്ലാണ്ട് വേറെ ആരും പറയിപ്പിച്ചു, അവർക്ക് ധൈര്യമില്ല. നിങ്ങൾ കണ്ടു പറയുമ്പോൾ നിങ്ങൾ അവരെ കുറിച്ചാവും പറയണേ. അവിടെ ഇവിടെ പറഞ്ഞിട്ടെന്ത് കാര്യം. നിങ്ങൾക്കാണ് കന്നഡയാണോ ഹിന്ദിയാണോ അതിൽ മീനിങ് ബോയ് എന്നാണോ മാൻ എന്നാണോ സീനിയർ സിറ്റിസൺ ആണോ ഒന്നും അറിയാണ്ട് പറയുമ്പോൾ എന്താ കാര്യം. നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സും എന്തൊക്കെ ഹിന്ദിക്കാരുടെ ഒപ്പം മുമ്പിൽ നടക്കുന്നുണ്ട് അല്ലേ, എന്തൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് അല്ലേ. അതിന് ഒന്നും ഞാൻ നിങ്ങൾ കുറ്റം പറയുമ്പോഴല്ലേ. അവന് കുണ്ടൻ നായരാന്നാ, കൊണ്ടുവന്നാ സീനിയർ സിറ്റിസനാന്നാ, ബോയാന്നാ, മറ്റേ ഇതാന്നോ ഭ്രാന്തരാന്നൊന്നും പറയാൻ പോകണല്ലേ. അപ്പം നിങ്ങൾ പറയണതിൽ മീനിങ് ഇല്ല എന്നല്ല അർത്ഥം. അങ്ങനെയുള്ളവരോട് നിങ്ങൾ കുണ്ടക്കളിയിൽ കടിച്ച് നടക്കണവരോട് പേരൊക്കെ വിളിച്ച് സന്തോഷത്തോടെ നടക്കണില്ലേ. അതുപോലെ എന്നോട് റെസ്പോണ്ട് ചെയ്ത് നന്നായി നടക്കാൻ, മുഖത്തൊക്കെ സംസാരിക്കാം. നിങ്ങൾ വേറെ ഏതോ വെഡിങ് സ്വപ്നമാണ് ഏതോ എവിടെയോ കിടക്കണേ. അന്നേ തൊട്ട് കാണുന്നത് പറയിപ്പിച്ച് പറയണത് തോന്നുന്നുണ്ട്. എന്നോട് ആരും പറയിപ്പിക്കാറില്ല. എന്നോട് ആരും പറയിപ്പിക്കേണ്ട കാര്യമില്ല. പറയിപ്പിക്കാണ്ടായി പറയണേ. പറയിപ്പിച്ച് പറയണവരെന്താ, ഒന്ന് പേര് വിളിക്കാൻ നാവ് കുഴയായിരിക്കും. കൈ വീശി ഹായ് ബായ് പറയുന്ന കൈ കുഴയായിരിക്കും. കാരണം കൈ തോളത്തിടാൻ കൈ കുഴയോ ഷോൾഡർ കുഴയോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കാലൊന്നും വന്ന് അടുത്തേക്കൊന്ന് സംസാരിക്കാൻ കാല് കുഴയോ, ഇതൊന്നുമില്ല. ഏതോ വിഡ്ഢികൾ ഓർത്ത് അതേ രീതിയിൽ ഞാൻ ചില സമയത്ത് അങ്ങ് ചിന്തിക്കണല്ലേ. അത് ഇപ്പോഴും ആ രീതിയിൽ ആ ലെവല് എന്താ രീതി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് ചെയ്യണ രീതിയാണ്. അത് യേശുവയുടെ സമയം അങ്ങനെയായിരുന്നു. അതിൽ സാക്രിഫൈസ് ചെയ്യുന്നതും ഒരു എന്താ പറയുക, നല്ല കാര്യത്തിന് നല്ലൊരു അതിന് വേണ്ടി തുനിയിറങ്ങി കാര്യങ്ങൾ ചെയ്യണ രീതിയാണ് പറയണേ. എന്താ പറയുക, എക്സ്റ്റേണൽ ലവ്.
അതിൽ വൃത്തികെട്ട് സ്വീകരിക്കുക, വൃത്തികേട് കഴിക്കുക, അല്ലെങ്കിൽ എന്താ പറയാൻ, നമ്മൾ തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുക. അതിന് പറയണം, എൻ്റെ നക്കപ്പിച്ച സാലറിക്ക് വേണ്ടി ചെയ്യല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 112 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിലും ജീവിക്കാനും ചെയ്യും. മിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ വേണമെന്ന് ചിന്തിക്കണല്ലേ. ചെയ്തത് ഒരു 5 കാര്യങ്ങൾ റിസർവേഷൻ ട്രൈ ആയി എന്നാൽ അങ്ങനെ വെറുതെ പോയി ചെയ്യല്ല. ആവേണ്ട സമയത്താവുന്നു, പറയേണ്ട സമയത്താവണ കാര്യം പറയണേ. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഫീമെയിൽ പോലീസിനെ വിളിക്കും. ഞാൻ അങ്ങനെ പറയണതല്ല. ഞാൻ പറഞ്ഞു, കംപ്ലൈൻറ്റ് ചെയ്യണ രീതി എനിക്കില്ല. ഞാൻ അവിടെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ബാസ്റ്റേഡ് സുബിൻ ബാസ്റ്റേഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വിവരമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് പറയുമ്പോഴുണ്ടല്ലോ എനിക്ക് അങ്ങനെ തോന്നണം. നിങ്ങളുടെ സ്വന്തം വില കളയണം. നിങ്ങളുടെ തന്തയുടെ തലയുടെ അതേ ശോഷിച്ചാവസ്ഥ കാണിച്ച് ആ ടൈപ്പിൽ എന്നിട്ട് പണിയെടുക്കുമ്പോൾ ആ ഒരു ഫ്രെയിമാക്കി എടുത്തു വയ്ക്കണം അങ്ങനെ ഒരു രൂപം. അപ്പം നിങ്ങൾ ട്രെയിനിൽ കയറി, നിങ്ങളെ ട്രെയിനിൽ കയറ്റിയത് ആരാണെന്ന് ചോദിക്കണം. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യം ചോദിക്കാൻ പഠിക്കണം. അല്ലാണ്ട് അവിടെ ഇവിടെ ചെകുത്താൻ വെട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്തെങ്കിലും ഇപ്പോൾ കൂർമതയോട് നല്ല ക്രിസ്പായിട്ട് സംസാരിക്കണത് കേൾക്കാൻ വേണ്ടി തന്നെ കേൾക്കുകയും ചെയ്യും നിങ്ങൾ. അപ്പോൾ കേട്ടിട്ട് അതന്നെ ആ വെടിത്ത് റിപ്പീറ്റ് ചെയ്യണ വല്ല കാര്യമുണ്ടോ? അപ്പോൾ മുഖത്തേക്ക് സംസാരിച്ച വേറെ രീതിയിൽ അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എങ്ങനെയാണ് സംസാരിക്കാത്തത്. നിങ്ങൾ മുഖത്തോക്കി സംസാരിക്കാത്തത്. പിന്നെ ഞാൻ എന്തിനും നിങ്ങളെ വക വയ്ക്കണം? കേൾക്കണ്ട എല്ലാം അറിയാം. പിന്നെ നിങ്ങൾ വെടിത്ത് റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ബോധിപ്പിക്കാൻ പോണ മനസ്സിലാക്കി. പ്രൂഫായിട്ട് വരണല്ല. പ്രൂഫായിട്ട് ഫിസിക്കൽ വാലിഡേഷൻ ആവശ്യമില്ല. അതെന്നാ വരേണ്ട രീതിയിൽ വന്നിട്ടുണ്ട്. സ്വയംഭൂ ആ രീതിയിൽ. ഇപ്പം ദ സൺ ഡസൻ നോ ദ ടൈം ബട്ട് ഇൻ ദ യഹോവാസ് ടൈമിങ് എവരിത്തിങ് ഹാപ്പൻ 2688 പണ്ടത്തെ ലിപിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് ഇപ്പോഴത്തെ ഇൻ്റർനെറ്റിൽ എല്ലായിടത്തിലും ഉണ്ടെന്നുള്ളൂ. പണ്ടത്തെ ലിപികളിലും പണ്ടത്തെ ആളികളിലും വുഡൻ ഷീറ്റ്സ്, അത് ഇപ്പോഴത്തെ പുതിയ ഇൻ്റർനെറ്റും ഓൺലൈനും ബൈബിളും അങ്ങനത്തെ കാര്യങ്ങൾ അതിലത്തെ ഓരോ നമ്പർ ഇതൊക്കെ വന്നു. അപ്പോൾ ആ രീതിയിൽ വരണേ. അല്ല ആണെന്ന് പറയണേ. അതിൽ വരണല്ലോ അല്ല ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിൽ പ്രൂഫ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അല്ലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും അല്ലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, ഏത് പണ്ടാരം കൊണ്ടുനായരായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലങ്ങനെ വരണല്ലേ ഒരാന്തരം എന്തെങ്കിലും. അപ്പം നിങ്ങളുടെ വെടിത്തം നിങ്ങളെ കൊണ്ടായിരുന്നു ഒട്ടി വാങ്ങുക ചെയ്യണേ. ഉള്ള കാര്യം ഫുള്ളായിട്ട് അറിഞ്ഞ് എന്തെങ്കിലും അറിയേണ്ട ഉള്ള കാര്യം ഉണ്ടാകും. മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കുക. അത് എപ്പോഴും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും ബോധിപ്പിക്കണം. ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു. പിന്നെയും ഞങ്ങളത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ 10 ഫിഷിംഗ് ഷിപ്പ് ഒന്നൊരുമിച്ച് ഗ്യാസ് സിലിണ്ടറിൽ കത്തി നശിക്കണ പോലെ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഏതാണ് അങ്ങനെ വരണത്? അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിൻ ഏതെങ്കിലും ഭാഗത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന ടൈപ്പ് വരണ രീതി. ഒറീസ ഏതെങ്കിലും ഉണ്ടായതും മാറി കയറി പോണതും. ഇപ്പോൾ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് ഏതാണെങ്കിലും കത്തിരിഞ്ഞ് ഇതാവണത്. അത് ഞാൻ ഒരു പക്ഷേ ഫെബ്രുവരി 1 പോയി തിരിച്ച് വന്ന് പിന്നെ മാർച്ച് 1 പോയിട്ട് തിരിച്ച് പോയി അത് തിരിച്ച് വരണ രീതി വന്നതും അവർ മാറി കയറി വരണ. ഒറീസ എന്ന് പറഞ്ഞാൽ അറിയാം. ഒറീസ എന്ന് പറഞ്ഞാൽ അറബിക് ലാംഗ്വേജിൽ റൈസ് എന്നാണ്, അരി എന്നാണ്. ആ ഒറീസയിലാണ് 3 ട്രെയിൻ പാളം. എന്താ സ്റ്റേഷൻ മാസ്റ്ററിന് എന്താ പറ്റിയാണോ? സ്റ്റേഷൻ മാസ്റ്റർ ഡയറക്ടർ. അപ്പോൾ അത് കഴിഞ്ഞ് 3 റെയിൽ പാളത്തിലുള്ള ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് പോയി മറിഞ്ഞു വീണ് 350 പേരൊക്കെ ചത്തത്. അപ്പോൾ എല്ലാം കണക്ഷൻ. രാജസ്ഥാനിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ അവിടുത്തെ കൊടുങ്കാറ്റും ഒരു സിനിമാറ്റിക് രീതി. മോഹൻലാൽ അവിടെ ആക്ടിങ്ങിന് വന്നു ജോധ്പൂരിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഭിത്തി പോലെയാണ്, എന്താ പറയുക, ഈ കൊടുങ്കാറ്റ് പോലെ ഒരു ശബ്ദം, വലിയൊരു ശബ്ദമാണ്. അതിൽ ഈ എന്താ പറയുക മണൽ കൊടുങ്കാറ്റ് അത് വന്നിട്ട് എല്ലാ സിറ്റിയും സ്ട്രീറ്റ്സും വീടുകളും എല്ലാം നല്ല സ്ട്രീറ്റും ഹോട്ടലുകളും എല്ലായിടത്തും പൊടിഞ്ഞ വീടാണ്. മറ്റേ ഇലകളും കോണങ്ങി ഇലകളൊക്കെ പറയും. അപ്പം തന്നെ വലിയ മഴയും എല്ലാ രീതിയിലും വരണം. ഒരു പ്രത്യേക ടൈപ്പ് സിനിമാറ്റിക് ടൈം, ഒരു പ്രാചീനമായ സ്ഥലത്ത് പോണ പോലെ. അപ്പോൾ അവിടെ ഓരോ സമയത്ത് നമ്മൾ കണ്ടറിഞ്ഞ് വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും വരണം. ഒടിഞ്ഞ് നടക്കുന്ന പട്ടി അതിൽ ട്രക്കിൽ കയറണതും ഓരോ സമയത്ത് ഓരോ നടക്കുന്നതാണ്. നമ്മുടെ കൂടെ യഹോവ ഉണ്ടെന്ന് വെച്ചാൽ യഹോവനെ നിങ്ങൾക്ക് ബാക്കിയുള്ള കുടിച്ച് നടക്കണം, ഡ്രഗ് അടിച്ച് നടക്കണവരെ കബളിപ്പിക്കാം. പക്ഷെ എന്നെ കബളിപ്പിക്കാൻ നടന്നാൽ നിങ്ങളെ കബളിപ്പിക്കണ പോലെയാണ് യഹോവ ബ്രഹ്മൺ നിങ്ങളെ തന്നെ കബളിപ്പിക്കുന്നത്. വെഡിത്തത്തിൽ ബാക്കിയുള്ളവരെ വെഡിത്തത്തിൽ കുടിച്ച് നടക്കണവർ പറഞ്ഞ് നടക്കണ പെടണവരുണ്ട്. അങ്ങനെയല്ല അത് മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോൾ ഈ മുതിർന്ന ചെറിയ പിള്ളേരെ മന്ദബുദ്ധികളായി ശോഷിച്ചാവസ്ഥയിൽ നിൽക്കുമ്പോൾ മുതിർന്ന പാരൻസിനൊരു കർത്തവ്യമില്ലാണ്ടിരിക്കുകയാണ്. ഇവരും കുറേ നാൾ വളർന്ന് ഈ 15 തൊട്ട് 25 വയസ്സ് ഉള്ള പോലെ ഈ വൃത്തികേട് പറഞ്ഞ അതേ എയ്ഡ്സ് രോഗം കിട്ടി വീട്ടിലിരുന്ന് ഭക്ഷണമൊന്നും ആസ്വദിക്കാൻ പറ്റാണ്ട് തോട്ട്സ് ചേഞ്ച് ആവാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉള്ളിലെ പ്രോബ്ലംസ് അത് പരിഹരിച്ച് വെഡിത്തം മാറ്റി നേർവഴിക്ക് വരാം. അതാണ് വേണ്ടത് അല്ലേ?
ഇവിടെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളെ പോകണില്ലേ. അപ്പോൾ നിങ്ങളുടെ പിള്ളേർ മന്ദബുദ്ധികളായി വളർത്തും തോറും ഇങ്ങനെ വളർത്തല ശോഷിച്ച അവസ്ഥയിൽ ഇറങ്ങിയിരിക്കുമ്പോഴും ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക് അള്ള എന്ന് പറഞ്ഞാൽ മുസ്ലിം ദൈവമല്ലാത്തതും ഹിന്ദുസും പൊട്ടന്മാരൊക്കെ ആരാധിക്കണതിന് ചെയ്യുമ്പോൾ ഈ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. എത്ര മുതിർന്നാലും ഒരു സമയം വരുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന സാധനം അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു 30-35 വർഷം അതിന് മുമ്പ് മുന്നിൽ നീണ്ടു നിൽക്കണ്ടെങ്കിൽ അത് നീണ്ടു നിൽക്കുക ഞാൻ വിചാരിക്കും ഇവരെ ഞാൻ പറഞ്ഞു, പക്ഷെ അവർ മാറിയില്ല. അപ്പോൾ വിസ്ഡം അതിന് ഓർത്ത് ചിരിക്കുന്നു പറഞ്ഞു. വിസ്ഡം, ലിവിങ് ഗോഡ്സ് വിസ്ഡം, ട്രൂത്തിൽ അത് ജീവനുള്ള ദൈവം പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ഭക്ഷണം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, വിവരത്തോടെയാണോ അത് ഫ്രോഡ്, ജീവനില്ലാത്ത ഇതിനൊക്കെ ആരാധിച്ച് മുസ്ലിം അള്ളാന്ന് പറഞ്ഞ ദൈവമല്ല, വിവരമില്ലാണ്ട് വിഡ്ഢിത്തരത്തിൽ ഫ്രോഡ് ഫേക്കായിട്ട് നടക്കണതിൽ കാര്യം അതാണോ വ്യത്യാസമാണ്. ഞാൻ പറയാം എല്ലാം ഒറിജിനലാണ്. എനിക്ക് ഇവരൊക്കെ ഫേക്ക് സാധനങ്ങൾ ആരാധിച്ച് ഫേക്ക് ബർത്ത് ഡേറ്റ് ഫേക്ക് പേര് മമ്മൂട്ടി മാമക്കോയൊക്കെ ചെയ്യുന്നതാണ് ചത്തവരൊക്കെ. ഇന്നസെൻ്റ് മരിച്ചത് രാജസ്ഥാൻ്റെ 26th മാർച്ച് 24th മാമക്കോയ റോസ് ബിരിയാണി റൈസിൻ്റെ അംബാസഡേഴ്സാണ് അവർ. അപ്പോൾ ദുൽഖറിൽ ചേർന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അപ്പോൾ ആ രീതിയിൽ വരണം ഫേക്ക് ബർത്ത് ഡേറ്റും ഫേക്ക് ജീവനില്ലാത്തവരെ ആരാധിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ആരാധിച്ച് ഫേക്ക് ബർത്ത് ഡേറ്റ് ആക്കിയിട്ട് കാര്യം. എൻ്റെ തുടക്കത്തോട്ട് ഒറിജിനലാണ്, ആ ഒരു ഒറിജിനലായിട്ട് വന്നതാണ്. പേരായാലും എന്തായാലും അതിൽ ഫേക്ക്നെസ് ഇല്ല. അപ്പോൾ ആ രീതിയിൽ വളർന്നുകൊണ്ടാണ് അങ്ങനെ വരണത്. അപ്പം നിങ്ങളതിന് ഫേക്ക് ആക്കി കാണിച്ചിട്ട് കാര്യമില്ല. ഒറിജിനലായിട്ട് തന്നെ ഇരിക്കും. പ്രൂഫായിട്ട് അതിന് വേറെ കാണിക്കേണ്ട ആവശ്യമില്ല, ഫിസിക്കൽ വാലിഡേഷൻ ആവശ്യമില്ല. അവരങ്ങനെയാണ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ വെഡിത്തത്തിൽ നീങ്ങി വെഡിത്തം എത്ര വളരെയും തോറും മന്ദബുദ്ധിത്തരത്തിൽ ശോഷിച്ച അവസ്ഥയിൽ നിരങ്ങും തോറും മന്ദബുദ്ധിത്തരം ഇറങ്ങി കൂട്ടി വാങ്ങാണ്. അതിന് ഇല്ലാണ്ടാക്കുക. ഞാൻ ഒരു 3 വാക്ക് പോയിക്കുള്ളൂ: മന്ദബുദ്ധിത്തരം, വെഡ്ഡി, അല്ലെങ്കിൽ ശവം പോലെ നിങ്ങളെ ഇരന്നു കൂട്ടി വാങ്ങണ വെഡിത്തരത്തിൽ മുഴുകണം തന്നെ. അല്ലാണ്ട് നിങ്ങളുടെ ഭാഗം ശോഷിച്ച വാക്കുകൾ ഞാൻ പോയിക്കുള്ളൂ. അവനങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറയണല്ലേ, പാവാണ്, ക്ഷീണമാണ്, അത് പറയാതിരിക്കാൻ ശ്രമിക്കുക. തിരിച്ചത് ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണല്ലേ. കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നവർ എന്താ ചെയ്യുക? കബളിപ്പിക്കണം നിങ്ങൾക്ക്. പക്ഷേ എന്നെ കബളിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾ കബളിപ്പിക്കണ പോലെയാണ്. സ്വയം ഈ കബളിപ്പിക്കാൻ ശ്രമിക്കണം. യഹോവ അൽബ്രാഹ്മൺ നിങ്ങളെ തന്നെ കബളിപ്പിക്കപ്പെടുന്നു. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം എന്ന് പറയണേന്. പിന്നെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെ സ്ഥാനാർത്ഥിയും അങ്ങനെയുള്ളവരാ റോമൻ ആൻറ്റി ക്രൈസ്റ്റ് ചെയ്യണവരും അവർക്ക് ജനങ്ങളെ കുറിച്ചൊന്നും അറിയില്ല, സ്വയം വിവരമില്ല. അവരൊക്കെ തിരഞ്ഞെടുത്തിട്ട് പൊലിയാൻ പോണ വിഡ്ഢിത്തരം കയ്യിലാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അവർ കുടിച്ച് ഡ്രഗ് അടിച്ച് എവിടെയെങ്കിലും വീട്ടിലൊക്കെ നടക്കണ്ട വേറെ വിഡ്ഢിത്തരമൊക്കെ ചെയ്തിട്ട്. ആ ടൈപ്പല്ല അത്. അങ്ങനെ ഉള്ളൊരു സെലക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ പോപ്പല്ല ഏഷ്യയുടെ സെക്കൻഡ് ടൈം സെലക്ട് ചെയ്ത് വന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററായിട്ട് ഡിപ്ലോമാറ്റിക് ഹാൻഡ് ഷേക്കിന് വേണ്ടിയൊന്നുമല്ല. അതിന് മെറ്റീരിയലിസ്റ്റിക് പൊളിറ്റിക്കൽ അങ്ങനത്തെ ഡിസ്കഷനൊന്നും ഇല്ല. ഒരു പാലം പണിയണം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം, അതിന് വേണ്ടിയല്ല. അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്നത് ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിരിക്കുക. ഏത് സമയം വരെ ആണെങ്കിലും, അവസാനിക്കുന്നതാണെങ്കിലും തുടക്കമാണെങ്കിലും അതിൽ തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് എന്ത് ഷെയറിങ് ആണെങ്കിലും അതിൽ കുറ്റം പറച്ചിലില്ല, ശോഷിച്ച വാക്കുകൾ പറച്ചിലില്ല, വെറുതെ ശോഷിച്ച വാക്കുകൾ ശോഷിച്ച സാധനങ്ങൾ കഴിക്കലില്ല. അപ്പോൾ എന്താ പറയുക, അതിൽ പൂർണ്ണത വരുമ്പോൾ ഏതാ റിസറക്ഷൻ ഓർ നോ റിസറക്ഷൻ ആണെങ്കിലും അത് പറയണനുസരിച്ചിരിക്കും, പോണനുസരിച്ചിരിക്കും. അല്ലാണ്ട് വെറുതെ ഒന്നും അങ്ങനെ നടക്കില്ല. അപ്പോൾ മനസ്സിലാക്കാനുള്ള ശേഷി കാണിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് വരെ കണ്ട് ലാസ്റ്റിലെല്ലാം ബ്ലൂം ആവണ പോലെ ആയിരിക്കും. അപ്പോൾ പറയും ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ 10 വർഷമായിട്ട് ഞാൻ വോട്ടിങ്ങിനോ ഈ ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥിയും ആവശ്യമില്ലാത്ത വിഡ്ഢികളുടെ ഇടയിൽ നടക്കുന്നവരാണ്. അവർക്ക് ഞാൻ വോട്ട് ചെയ്യാൻ പോവില്ല, എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാത്ത എനിക്കെന്താ ആവശ്യം? പിന്നെന്താ പറയുക, ഈ വിഡ്ഢികളും ഫേക്ക് അക്കൗണ്ടും ഫേക്ക് പേരും മോന്ത എന്ത് ഷേപ്പാണെങ്കിലും സ്വന്തം വൃത്തികെട്ട നേച്ചർ, ഒരു ബോയ്സിൻ്റെ കൂടെയൊക്കെ വൃത്തികെട്ട മെസ്സേജ് വെച്ച് നടക്കണം ഈ വിഡ്ഢികൾ. എന്തൊക്കെ പ്രതീക്ഷിച്ച് ടൈം പാസിന് വേണ്ടി നടക്കണം ഈ വിഡ്ഢികൾ. തിരിച്ചങ്ങോട്ട് ദ്രോഹിക്കണം വിചാരിച്ചിട്ട് എനിക്ക് തിരിച്ച് ദ്രോഹം തോന്നണല്ലേ, അങ്ങനെ ദ്രോഹിക്കണം ചിന്തിക്കണല്ലേ. നിങ്ങൾ എന്തെങ്കിലും സുപ്പിൻ ബാസ്റ്റ് എടുത്തൊക്കെ ഞാൻ പറയണല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയ്യേ, സ്വന്തം തള്ളയുടെ വില കളഞ്ഞ്, സ്വന്തം മോന്തയുടെ വില കളഞ്ഞ് ഫേക്ക് അക്കൗണ്ടും ഫേക്ക് പേരും ഫേക്ക് ബർത്ത് ഡേറ്റും വെച്ച് നടക്കണം ഈ കുട്ടികൾ. നിങ്ങൾക്ക് എന്ത് ഫേക്ക് അക്കൗണ്ട്? ഞാൻ നിന്നെ അങ്ങനെ പറയാൻ പോയില്ലല്ലോ. എന്താ പോലെ എനിക്കെന്താ അണ്ടിയില്ലേ നിന്നെ ഊമ്പിപ്പിക്കാൻ? അത് പറഞ്ഞില്ലേ. അപ്പോൾ പറയണല്ലേ. അപ്പോൾ അത് പറയുമ്പോൾ മനസ്സിലാക്കാം. എവിടെയെങ്കിലും ആരെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് അവരെ വിശ്വസിപ്പിക്കാൻ ഇങ്ങനെ അവരുടെ വിലയില്ലാത്ത വെഡികളെ എനിക്ക് വെഡികളുടെ വില കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് അക്കൗണ്ട്, ഫേക്ക് ജീവനില്ലാത്ത സ്ട്രീറ്റ്സിലും നശ്വരമായ വിഡ്ഢി ചെകുത്താൻ വിഡ്ഢികൾ ആരാധിച്ച് നടക്കുന്നതും മുസ്ലിംസിന് അല്ലാന്ന് പറഞ്ഞ ദൈവമല്ലെന്ന് അറിയാം. ഏതോ വടക്കാഞ്ചേരി വിഡ്ഢികൾ സ്ഥലത്ത് നിന്നൊക്കെ ജനിക്കണം, ഒരു ഫേക്ക് പേര്, ഫേക്ക് ബർത്ത്ഡേറ്റ്, ഫേക്ക് അക്കൗണ്ടൊക്കെ നടക്കണവരോട് എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കേണ്ട കാര്യമുണ്ട്? എനിക്ക് ഫേക്ക് അക്കൗണ്ടില്ല, ഞാനത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ആരാണ്. അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ആ രീതിയിലാണ് പോകണം. പിന്നെന്താ പറയുക, അപ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പോൾ കുറച്ച് നമ്മൾ ഇറങ്ങാറാണ് നിൽക്കുമ്പോൾ ചിലർ കാണും, അപ്പോൾ നമ്മളങ്ങനെ സംസാരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടില്ലല്ലോ, എന്താ കണ്ടില്ലല്ലോ, പിന്നെ പരിചയപ്പെടാമെന്ന് പറഞ്ഞ് പോകണമെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾ വേറെ ഏതോ വിഡ്ഢികളെയാണ് ചിന്തിക്കണേ, അതാണ് നിങ്ങളുടെ വിഡ്ഢിത്തം. അത് മനസ്സിലാക്കാൻ പഠിക്കണം. നിങ്ങളുടെ വിഡ്ഢിത്തം എവിടെ വരെ പോകുന്ന ആർക്കറിയാം? വിഡ്ഢികൾക്ക് ജയമില്ല. എന്തിനു ജയിക്കാനുള്ളത്? തോൽക്കാൻ ചെയ്യും. തോൽക്കാൻ പഠിച്ച മുഖങ്ങളുണ്ട്, അത് മുഖം കാണിച്ചു കൊടുക്കുക. ഒരു മുഖം അറിയില്ല. തോൽക്കാൻ പഠിച്ച വീട്ടിൽ പുരുഷന് സ്ത്രീയുടെ മുഖം കാണിച്ചു കൊടുക്കുക. തോൽക്കാൻ പഠിച്ച മുഖത്തേക്ക് തോറ്റ വേർഡ്സ് പറഞ്ഞ് സ്വന്തം അവഹേളനം, സ്വന്തം വിഡ്ഢിത്താണ് കിട്ടാൻ പോകുന്നത്, കരുന്ന് കൂട്ടി വാങ്ങണത്. മനസ്സിലായി? എനിക്കെന്ന് പറയാം, എനിക്ക് നിങ്ങൾ ബൈക്കിൽ പോകുന്ന കുണ്ടന്മാരെ എനിക്ക് എന്താ വണ്ടി നിങ്ങൾ മുമ്പിക്കാൻ ഉള്ള കാര്യം, നിങ്ങൾ കുണ്ടന്മാരോട് നിങ്ങൾ പേര് വിളിച്ച് സംസാരിക്കണല്ലേ, അതുപോലെ സംസാരിക്കുക. നിങ്ങളുടെ നാവ് കുഴയുണ്ട്, അല്ലെങ്കിൽ കാല് കുഴയുണ്ട്, അല്ലെങ്കിൽ കൈ ഹായ് ബായ് കുഴയുണ്ട്. അവിടെ ഇവിടെ ഹിന്ദി ഒരു ചേർച്ചില്ലാത്ത വിഡിത്തം കുട്ടിയും കളിച്ച് വിളിച്ച് നടക്കണ വിഡ്ഢികൾ ഓരോ പറയാൻ എനിക്കുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ആയിരുന്നു കുട്ടി ചാവണവർ. ഞാൻ 35 വർഷം നീണ്ട് ജീവിക്കണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരോട് എനിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ട്. വെഡിത്തം ജീവിച്ചു തൊട്ടിന് നോക്കുമ്പോൾ ഒരു ഗുണമില്ലാത്ത ജീവിതം, ഇതിനൊക്കെ വെഡിത്തത്തിനൊക്കെ ആദരിച്ചും ആരാധിച്ചും നാണില്ലാത്ത വെഡിത്തം. തിരി നോക്കുമ്പോൾ ഒരു ഗുണമില്ലാത്ത വിഡ്ഢികളാക്കി നടന്നു. തന്നെ എന്തിനാ ഇവർക്ക് ജീവിക്കണമെന്ന് തന്നെ അറിയില്ല.